ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോട്ടുകാരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പിയാണ് കോച്ചിക്കോയ. ഇത് സത്യം പറഞ്ഞാൽ റീല് കണ്ടിട്ട് കുറേ നാളായി. ചെയ്യാൻ ഒന്നുകിൽ നാരങ്ങ കാണത്തില്ല. ഇപ്പം നാരങ്ങ കിട്ടുന്ന സമയത്ത് എനിക്ക് ചെറിയ ഉള്ളി കിട്ടത്തില്ല, ചെറിയ ഉള്ളി കിട്ടുന്ന സമയത്ത് നാരങ്ങ കിട്ടത്തില്ല. എന്നാൽ ഇത് രണ്ടും കിട്ടുന്ന സമയത്ത് എനിക്ക് തേങ്ങ കിട്ടത്തില്ല. എന്നാൽ ഇതെല്ലാം കൂടി കിട്ടുന്ന സമയത്ത് എനിക്കിട്ട് മടി താനും ഉണ്ടാക്കാനുള്ള മടി. അപ്പോൾ പിന്നെ ഇന്ന് എന്തായാലും ഞാനങ്ങ് തുടങ്ങി കേട്ടോ. അപ്പോൾ ഒരു 4 പാളയംതോടൻ പഴമല്ല, ഇത് റോബസ്റ്റയാണ്. ഇവിടെ അതേ കിട്ടുള്ളൂ. അതുകൊണ്ടിട്ട് ഞാൻ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ദൈവത്തെ ഓർത്ത് ഇതറിയാവുന്നവർ എന്നെ ഒന്നും പറയരുത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന പഴം വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. നാട്ടിൽ നമുക്ക് പലതരത്തിലുള്ള പാളയംതോടൻ, ഞാലിപ്പൂവൻ, അങ്ങനെ പലതരത്തിലുള്ള പഴങ്ങൾ കിട്ടും. അതുകൊണ്ടിട്ട് അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. എനിക്കിത് കിട്ടുന്ന വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ക്വാണ്ടിറ്റി വളരെ കുറച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. 4 പഴത്തിൻ്റെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇതാദ്യം നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടൊക്കെ ഉള്ളതാണെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. എന്തായാലും ഞാനത് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവലിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അവൽ എനിക്ക് നമ്മുടെ നാട്ടിലെ അത്തരം അവലല്ല, നല്ല വൈറ്റായിട്ടുള്ള അവലാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇന്ന് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയണമെന്ന് തോന്നിയിട്ട് വേറൊന്നുമല്ല. ജസ്റ്റ് വെറുതെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ന്യൂസുകൾ കാണാറുണ്ട് അല്ലേ, കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്താ ഇങ്ങനായി പോയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം കൊല്ലത്ത് എവിടെയോ ഒരു കൊച്ചൻ എന്താ പറയുക, വീട്ടിൽ കയറിയ ഒരു കുട്ടിയെ കുത്തിയിട്ട് അവൻ പോയി ട്രെയിനിൽ ചാടി മരിച്ചു എന്നൊക്കെ പറയുന്നു. എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റും സംഭവിക്കുന്നത് അല്ലേ? കുട്ടികൾ എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഇപ്പോഴത്തെ ജനറേഷൻ എന്താ ഇങ്ങനെയായി പോയെന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങളൊക്കെ? നമുക്ക് ചുറ്റും ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലേ, അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാറേ ഇല്ല. നമ്മുടെ കുഞ്ഞുങ്ങളും വളർന്നു വരുമല്ലേ. അപ്പോൾ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് ഞാൻ എന്താ പറയുക, എന്താ ഇങ്ങനത്തെ കാലത്തെ കുട്ടികൾ എന്താ ഇങ്ങനെയായി പോയത് എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നേരത്തെ പണ്ട് കാലത്തിലുള്ള കുട്ടികളൊന്നും ഇങ്ങനെയുള്ള ഒന്നും അല്ല. എല്ലാവർക്കും എന്താ പറയുക, ഇങ്ങനെ എടുത്തുചാട്ടമുള്ള തീരുമാനങ്ങളൊന്നും എടുക്കാറില്ല അല്ലേ. കാര്യം പറയാൻ വന്നപ്പോഴത്തേക്ക് എൻ്റെ അവൽ ഒന്ന് ചൂടാക്കാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നും അല്ല കേട്ടോ. ഇന്നത്തെ കാലത്തെ കുട്ടികൾ എന്താ ഇങ്ങനെ ആയിപ്പോയി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ കുറച്ച് നാൾ ഈ ടീച്ചിങ് ഫീൽഡിലൊക്കെ നിന്നുകൊണ്ട് കുട്ടികളുടെ ഒരു സൈക്കോളജി ഏകദേശം കുറച്ചൊക്കെ നമുക്കറിയാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികളാണിത് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനുള്ള പ്രവണത കൂടുതലായിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാലേ, സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ തന്നെയാണ് അവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തള്ളിവിടുന്നത്. വേറൊന്നുമല്ല, നമ്മൾ പേരൻസും ഒരു പരിധി വരെ ഇതിനൊക്കെ ഉത്തരവാദികൾ തന്നെയാണ്. വേറൊന്നും ഞാൻ കുറ്റം പറയല്ല കേട്ടോ. നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യുക, അവരുടെ വിഷമങ്ങൾ, ഇപ്പോൾ സ്കൂളിൽ പോയിട്ട് വന്നിട്ടാണെങ്കിലും അവർ നമ്മളോടൊപ്പം വരുന്ന ആ സമയത്ത് അവരോടൊക്കെ കുറച്ച് നേരം സമയം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ മാക്സിമം നിങ്ങൾ ശ്രമിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല മാനസികാവസ്ഥയിൽ കൂടിയാണ് കുട്ടികൾ കടന്നു പോകുന്നത്. ഇന്നത്തെ കാലത്തെ കുട്ടികളെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്. അവർക്ക് നിന്നുള്ളൊരു എന്താ പറയുക, മാനസികമായിട്ടുള്ള ഒരു ധൈര്യം, മനക്കെട്ടി കുറവാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അല്ലേ. അപ്പോൾ എല്ലാവരും വീടുകളിലൊക്കെ എന്താ പറയുക, കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്തു കൊടുക്കുന്ന മൊബൈൽ, ടാബൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും വർക്കിംഗ് ആയിരിക്കും. പേരൻസൊക്കെ അവരോട് ഇരിക്കാനോ സംസാരിക്കാനോ ഒന്നും സമയം ഉണ്ടാകത്തില്ല. പക്ഷേ നമ്മൾ എന്നിരുന്നാൽ തന്നെയും കുറച്ച് സമയം ആഴ്ചയിലെങ്കിലും, ഒരു ദിവസവും നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ തന്നെയും ആഴ്ചയിലെങ്കിലും അവരുടെ കൂടെയൊക്കെ കുറച്ച് സമയമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യുക. അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം നമ്മളൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോക്കിങ് എപ്പോഴും ഉണ്ടാകണം കുഞ്ഞുങ്ങളുമായിട്ട് കേട്ടോ. അതിപ്പം ആൺകുട്ടികളാണ്, വലുതായെന്ന് വിചാരിച്ച് അവരെ മാറ്റി നിർത്താൻ പാടില്ല. അവരുടെ എന്താ പറയുക, വിഷമങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അമ്മമാർക്കായിരിക്കും കൂടുതലായിട്ടും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ നമ്മളുടെ പഴമൊക്കെ ഏകദേശം മിക്സ് ആയിട്ടുണ്ട്. ഞാൻ വാചകം അടിച്ച് കസർക്കുമല്ല. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് വിഷമം വന്നു. അങ്ങനത്തെ ന്യൂസുകളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വായിക്കാറില്ല. എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇല്ലേ കുഞ്ഞുങ്ങളെയൊക്കെ ആ നിലയിലൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ പെട്ടെന്ന് എടുത്തു ചാടി കുട്ടികൾ ഇങ്ങനെയൊക്കെ ഒരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പേരൻസിനെ കുറിച്ച് അവർ ചിന്തിക്കാറുണ്ടോ? അവരുടെ മാനസികാവസ്ഥ എന്താവുമെന്ന് ഒരിക്കലും ചിന്തിക്കാറില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അവരെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ മിക്കവാറും ലഹരികൾക്കൊക്കെ അടിമയായിരിക്കും. മയക്കുമരുന്ന്, ലഹരി ഒക്കെ അടിമയായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റപ്പെടലുകളൊക്കെ ആയിരിക്കാം. വീട്ടുകളിൽ സംസാരിക്കാനുള്ള എന്താ പറയുക സാഹചര്യം, അമ്മമ്മയോടും അച്ഛനോടൊക്കെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകുക. എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് ചുറ്റും അല്ലേ. പക്ഷെ ഒരുപാട് വിഷമം വന്നു എനിക്കത് കണ്ടപ്പോൾ. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ പറയുന്നത്, നീ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി, ഇപ്പോഴത്തെ തലമുറയിലുള്ള കുട്ടികളാണ് ഇതെല്ലാം ചെയ്യുന്നത്.
പഴയ കാലത്തെ അങ്ങനെയൊന്നും അല്ല അല്ലേ. അപ്പോൾ ദാ നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാണ്. പഴം ഞാൻ ഏകദേശം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇടുന്നത് ദാ ഇഞ്ചി നീരാണ് കേട്ടോ. 2 സ്പൂണ് ഇഞ്ചി നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ അളവിൽ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നാരങ്ങ നീരാണ് കേട്ടോ, ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് വേറൊന്നുമല്ല, ചെറിയ ഉള്ളിയില്ലേ അതിട്ട് കൊടുക്കുകയാണ് ചെറുതായിട്ട്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചെറിയ ഉള്ളി ഇവിടെ കിട്ടാനില്ല. കിട്ടുന്ന സമയത്തൊക്കെ ഇനി സാധനങ്ങളൊന്നും ഒരുമിച്ച് കിട്ടാറില്ല, അതുകൊണ്ടായിട്ട് അത് ഉണ്ടാക്കാത്തത്. സത്യം പറഞ്ഞു അത് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കണമെന്നാണ് പറഞ്ഞത്, പക്ഷേ ഞാനിത് ഇങ്ങനെ അങ്ങിട്ട് പോയി കാര്യം പറഞ്ഞ കൂട്ടത്തിൽ കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും ചേർക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനേ. അതേ അളവിൽ തന്നെ പശുവും പാൽ, കാച്ചിയ പശുവും പാലാണ് കേട്ടോ, അതും ഒഴിച്ചു കൊടുക്കുക. ഇത്രയും സത്യം പറഞ്ഞാൽ ലൂസ് ആവത്തില്ല കേട്ടോ. എനിക്ക് പഴത്തിൻ്റെ അളവ് കുറവായിട്ടാണ് ഇങ്ങനെ ലൂസായിട്ടിരിക്കുന്നത്. പിന്നെ ശർക്കരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, പഞ്ചസാരയല്ല കേട്ടോ. ഞാനാരെയും കുറ്റമൊന്നും പറയല്ല. ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾ ഇങ്ങനെ ആയതുപോലെ കാരണം മാക്സിമം അവരുടെ പേരൻസ് തന്നെ ആയിരിക്കും അതിൻ്റെ ഉത്തരവാദികൾ. അപ്പോൾ കുറച്ചൊക്കെ അവരെയൊക്കെ ഒന്ന് എന്താ പറയുക, നമ്മൾ കെയർ ചെയ്യുക. നമ്മൾ അവരുടെ കാര്യങ്ങൾ പറയും. ഭക്ഷണം മാത്രം കൊടുത്തെന്ന് വെച്ചൊരു കുട്ടിയെ വളർത്തിയെടുക്കാൻ പറ്റില്ല അല്ലേ. ഇപ്പോൾ അച്ഛനമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അച്ഛനും ചെയ്യാൻ പറ്റില്ലെങ്കിൽ അമ്മയ്ക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റും അവർക്ക് വേണ്ടിയിട്ട്. വേറൊന്നുമല്ല, അവരുമായിട്ട് കുറച്ച് നേരം സംസാരിക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക, എന്താ പറയുക, വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് നല്ല വിഷമം വന്നൊരു ന്യൂസ് ആയതുകൊണ്ടിട്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ അല്പം ഉപ്പൊന്ന് ഇട്ട് കൊടുത്തൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയെന്ന് വിചാരിച്ച് ട്രഡീഷണൽ ആയിട്ടൊരു റെസിപ്പിയാണ്, ആരും എന്നെ ചീത്ത പറയരുത്. എനിക്ക് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടിട്ടാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അവൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കാൻ വെക്കണേ. ഈ ഒരു കളറൊന്നും വരത്തില്ല, സത്യം പറഞ്ഞാൽ ശർക്കര ചേർക്കുന്നതുകൊണ്ടാണ് ഈ കളർ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാപ്പാലോട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒരു വൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. ഇത് ശർക്കര ചേർത്തിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ. എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കഴിച്ച് നോക്കിയിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. അവൽ ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സെർവ് ചെയ്യാനുള്ളതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മൾ അവലെടുത്ത് ചൂടാക്കാനായിട്ട് വെക്കാവുള്ളൂ. ഒരു ക്രിസ്പി ആയിട്ടൊക്കെ ഇരിക്കണം, ക്രഞ്ചി ആയിട്ട് കഴിക്കുമ്പം കിട്ടണം, അതിന് വേണ്ടിയിട്ടാണേ. കുഴപ്പമില്ല, ടേസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ. കാര്യം പറയാൻ വന്നപ്പോഴത്തേക്ക് എൻ്റെ അവൽ താണ്ടി ഈ പരുവായിട്ടുണ്ട്. വൈറ്റ് ആയിരുന്നു, അത് താണ്ട കുറച്ച് ബ്രൗണൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഒഴിച്ച് കഴിച്ച് നോക്കാം. ദാ നമ്മുടെ സംഭവം ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും ഇങ്ങനെ ഒരു കളർ വരത്തില്ല കേട്ടോ, വൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. ഇതിപ്പം ഞാൻ എന്താ പറയുക, ശർക്കര ഒഴിച്ച് കുളമാക്കിയെന്നൊന്നും പറയുന്നില്ല. കൊള്ളാം അല്ലേ, കാണാനൊക്കെ ലുക്കുണ്ട്. കഴിച്ച് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്നേ. കൈവച്ചൊക്കെ ഇങ്ങനെ പെരട്ടി കഴിക്കണമെന്നാണ് പറയുന്നത്. അപ്പം ഞാനും ഒന്ന് ശ്രമിക്കട്ടെ. കണ്ടിട്ട് കൊള്ളാൻ തോന്നും, നോക്കട്ടെ. പറയാൻ പറ്റുന്നില്ല കേട്ടോ, സൂപ്പർ. മീൻസ് അവലൊക്കെ നല്ല ക്രഞ്ചി ആയിട്ടുണ്ടല്ലോ. ഇവിടെ ചേർക്കുന്ന സൗണ്ട് എന്ത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അത്രയ്ക്ക് സൂപ്പറായിട്ടുണ്ട് സംഭവം, സെറ്റ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത്ര ശരിയായില്ലായിരുന്നു, അപ്പോൾ ഇതുകൊണ്ട് നമുക്കത് നികത്താം. കൊള്ളാട്ടോ. ഇത് യമ്മി, സൂപ്പർ. അപ്പോൾ എല്ലാവരും ധൈര്യത്തിൽ ട്രൈ ചെയ്തു. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ മാത്യൂസ് കേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ആരോ പറഞ്ഞു, എന്താ പറയാഞ്ഞ എന്താ കഴിച്ച് നോക്കിയിട്ട്. അപ്പോൾ അതാ ഞാൻ കഴിച്ച് നോക്കുന്നുണ്ട്. സംഭവം അടിപൊളി. ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ, സൂപ്പർ ടേസ്റ്റി. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെയും ബൈ.